ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് നമ്മുടെ ചാനൽ. നമ്മൾ ഇന്ന് നമ്മുടെ ഗ്യാങ്സ്റ്റർ വെഗാസ് ആയിട്ട് വന്നിരിക്കുന്നത്. നമ്മൾ ഈ വണ്ടി അടിച്ച് പൊട്ടിക്കാന്ന് വെച്ചാണ് നിർത്തിയത്. അപ്പോൾ നമുക്കിത് അടിച്ച് പൊട്ടിച്ചിട്ട് നമുക്ക് കറങ്ങാൻ പോകാം സിറ്റിയിൽ കൂടെ. സെക്കൻഡ് പാർട്ട് അല്ല, ഫസ്റ്റ് പാർട്ട് കാണാത്തവരുണ്ടെങ്കിൽ പോയി കണ്ടിട്ട് വരിക, അല്ലെങ്കിൽ ഇത് മനസ്സിലാകത്തില്ല. ഈയിടെ ഞാൻ എന്നെ കാണിക്കാൻ നീ വിളിച്ചിരിക്കുന്ന ഈ വണ്ടിയുടെ പുറകെ പോയി അടിച്ചു പൊട്ടി. ഈ വണ്ടി നിങ്ങൾക്ക് വേറെ പണിക്ക് പോകണം, നിങ്ങൾക്ക് അടിച്ചു പൊട്ടിച്ചിട്ട്. ശരി, ഞാൻ എന്നാണെങ്കിൽ ഇതിൻ്റെ അടുത്ത് ഈ ഒളിച്ചിരിക്കുന്നേ. പ്ലീസ്, നമുക്ക് ഇത് അടിച്ച് പൊട്ടിക്കണം, കുറേ നേരം എടുക്കും. പൊട്ടാറായി. ഇപ്പോൾ പുക വരും. ഇതിൻ്റെ അകത്തുനിന്ന് പുക വരും. ഈ വണ്ടി കത്താൻ പോകണം. അതിൻ്റെ ഞാൻ എന്നിട്ട് ഈ അടിച്ച് നോക്കാം, ഈ ചെരിഞ്ഞു പോണേ. തോക്ക് ചെടി കത്തും. ഓക്കെ, കത്തി. ഇനി നമുക്ക് നമ്മുടെ പണിക്ക് പോവാം. ഇങ്ങനെ അറിയാത്തവരുടെ വണ്ടി കയറിയിട്ട് നമുക്ക് പോകാം, അല്ലെങ്കിൽ പോലീസ് പിടിക്കാൻ വരും. ഈ വണ്ടി പൊട്ടിച്ചാൽ പോലീസ് പിടിക്കാൻ വരും. പക്ഷെ നമ്മൾ എന്നിട്ട് ഇങ്ങനെ മാറി നിൽക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, തന്നെ പൊട്ടിയതെന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾ കണ്ടിന്യൂ ചെയ്യാം. നമുക്ക് ഡെസേർട്ട് പോവാം. ആ വഴി നമുക്ക് പോകാം. കഴിഞ്ഞ ദിവസം അങ്ങോട്ട് പോയപ്പോഴാണ് പോലീസ് പിടിക്കാൻ വന്നത്. മാറ്. അയ്യോ, മാറാ. ഇവനെന്നാണിക്ക് ഈ നാട് റോഡിൽ കിടന്നു അവിടെ വണ്ടി വെച്ച് കളിക്കുന്നു. അവിടെ ആർമി ബേസ് ഉണ്ട്, അവരുടെ വണ്ടിയാണ് ഇത് ഞാൻ മോഷ്ടിച്ചത്. അതുകൊണ്ട് അവരുടെ സ്ഥലത്തിൻ്റെ മുന്നിൽ കൂടെ തന്നെ പോകും. എൻ്റെ പൊന്നി, നമുക്ക് നേരെ പോയി ഇതിലേ കയറണം. ഓക്കെ. അയ്യോ, പോയി. ഈ വണ്ടി ഇതില്ലേ, ഈ വണ്ടി കൺട്രോൾ ഇല്ല സത്യം പറഞ്ഞാൽ. പക്ഷെ പിന്നെ ഈ വണ്ടി ആർമിക്കാർ ഓടിക്കൂലോ, അവർ NPC അല്ലേ. അപ്പം അവർക്ക് പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഈ വണ്ടി ഓടും നേരം അവരതിൻ്റെ അകത്ത് ഇരിക്കുമ്പോൾ. അപ്പോൾ പിന്നെ നല്ല കൺട്രോളായിരിക്കും. പക്ഷെ നമ്മൾ ഓടിച്ചത് ഇത് ഇങ്ങനെ ഇരിക്കും. അതാ മറിഞ്ഞില്ല. ചെന്നൈയിൽ ഈ സാധാരണക്കാരൊക്കെ പോകണം. അപ്പോൾ ഈ വണ്ടി സ്പീഡില്ലേ? ഉണ്ട്. ഓക്കെ. ഇത് നല്ല രസട്ടാ. അതിൽ പോകാൻ നല്ല രസമുണ്ട് രാത്രി. കുഴി പിടിച്ച് ഇപ്പൊ കൺട്രോൾ കിട്ടിയില്ല എനിക്ക്. ഇല്ല, പോയി. ഞാൻ ഈസി ആയിട്ട് തിരിച്ചതൊക്കെ. അപ്പം എനിക്ക് കൺട്രോൾ കിട്ടി. എങ്ങോട്ടായിരുന്നു പോകണ്ടത്? ഇങ്ങോട്ട് പോയി. ഈ സ്ഥലത്ത് നമ്മൾ നേരത്തെ വന്നതല്ലേ? മറ്റേ ആർമി ബേസ് ഉള്ളത്. അല്ല, വേറെ സ്ഥലം. ഞാൻ വിചാരിച്ചു നമ്മൾ മറ്റേ ലൂപ്പിൽ വല്ലതും പെട്ടെന്ന് ഇങ്ങനെ കറങ്ങി ഒരു സ്ഥലത്ത് തന്നെ പിന്നെയും പോയി വന്നിട്ട് അവിടെ തന്നെ പിന്നെയും വരുന്നതാണ്. അയ്യോ, പോലീസ് ഇടിച്ചില്ല. ഞാൻ ഓടിക്കുന്നുണ്ടോ? സീനായിട്ട് ഇടിച്ചിട്ടൊക്കെ ഓടിക്കണം. വണ്ടിയുടെ ലൈറ്റ് മിന്നി. ലൈറ്റിന് എന്നോട് പ്രശ്നം പറ്റി. അപ്പം ലൈറ്റിന് വല്ലതും പറ്റിയിട്ടുണ്ട് ഗൈസ്. നമ്മളിങ്ങനെ പോവാണ്. മറ്റേ അങ്ങോട്ട് പോവും. അയ്യോ, അവിടെ അതിൽ പോയി ഇടിച്ച്. ലൈറ്റ് ഫുള്ളും പോയി. എങ്ങനെ പോണേ? ബൈക്കല്ലേ? തേർഡ് ബൈക്ക്. വണ്ടി കയറ്റം കയറാൻ വെച്ചപ്പോണ കേട്ടോ. മാറി നിക്കടാ. ഞാൻ പറഞ്ഞു കേട്ടാ. അത് ഇനി വീണ്
ഇതില് നേരെ മറ്റേ ഡാം കാണാൻ പറ്റുന്നത്. ഇത് ഡാമല്ല, ഇത് നമ്മുടെ പാലം. ഇതിൻ്റെ അടിയിൽ വെള്ളമുണ്ട്. ഇതിന് കരിങ്കല്ല് പോലെ ഇരിക്കുന്ന ഈ വെള്ളം. ഓക്കെ, രാവിലെ ആയി തുടങ്ങിയിട്ടുള്ളൂ. നമ്മളിവിടെ എത്താറായപ്പോഴേക്കും ഈ സാധനം എന്നെ കാണിക്കാൻ വെച്ചേക്കുക. മറ്റേ ഇത് ഏലിയൻസിന്റെ സ്ഥലമാണ്, അല്ല UFO ആ ഏരിയ ആണ് അത്. ആർമിക്കാരുടെ ഈ സംഭവമാണ് അത് മൊത്തം. ഇത് ഇരിക്കുന്നുണ്ട് ഈ സംഭവം, അതാണ് ഉദ്ദേശിച്ചത്. GTA 5 അങ്ങനത്തെ സംഭവമുണ്ട്. അതെ, ഡാം എത്തി. ഇതാണ് ഡാം. ഇവിടെ നിന്ന് കയറാം. ഇതിൻ്റെ അകത്ത് അടിയിലോട്ട് പോകാനൊക്കെ പറ്റും. അടി പോകുമ്പോൾ ഈ വണ്ടി ഇവിടെ നിർത്തിയിട്ടില്ലേ പോകണം. അപ്പം ഇത് ആരെങ്കിലും എടുത്തോണ്ട് പോകും. പക്ഷെ വഴിയുണ്ട്. ഡാമിൻ്റെ അകത്തോട്ട് വണ്ടിയും കൊണ്ട് ചാടി. അതാ നമുക്ക് അതിൽ ചാടി കയറാൻ പറ്റുമോ നോക്കാം നമുക്ക്. എടാ, ഇതിൻ്റെ അകത്ത് വഴിയോ? എൻ്റെ പൊന്നെ, ഡാമിൻ്റെ അകത്ത് വഴി വരെ ഉണ്ടാക്കി വെച്ചേക്കുന്നു. എന്നെ കാണിക്കാന്. നമുക്ക് ഇതിലേ കയറാം. ഇതിലേ പോ. ചാടി. നമുക്ക് ഒന്നും കൂടെ ട്രൈ ചെയ്യാം ചാടാൻ. അതാ ചാടി. പക്ഷെ ഇവിടെ ചാടിയിട്ട് കാര്യമില്ലല്ലോ. വണ്ടിയെ താഴെ ഇറക്കണ്ട നമുക്ക്. ഇത് എന്നാ വണ്ടിയാണ്? ഓഫ് റോഡ് കളിക്കുന്നത്. ഈ വണ്ടി ഇറക്കാൻ പറ്റില്ല ഗൈസ്. നമുക്ക് എന്തായാലും നടന്നു തന്നെ ഇറങ്ങാം. വേണ്ട, നടക്കുന്നു. ഇവിടെ അല്ലേ സ്പീഡ് ബോട്ട്? ഗൈസ്, അപ്പുറത്തെ സ്പീഡ് ബോട്ട് കിടക്കുന്നു. അതെടുത്തിട്ട് അതെടുക്കാതെ ഗൈസ്, നമുക്ക് അതെടുക്കാം. അതാകുമ്പോൾ നല്ല സ്പീഡിൽ പോകും. അയ്യോ, പറ്റേക്ക് നോക്ക്. അയ്യോ, ഇത് കൊണ്ടുപോകും. കയറി. നമുക്ക് എയർപോർട്ടിൽ പോയിട്ട് ഒരു വെള്ളത്തിൽ കൂടി ഓടുന്ന പ്ലെയിനൊക്കെ ഉണ്ട്, അതൊക്കെ എടുക്കാം. പിന്നെ സാധാരണ പ്ലെയിനൊക്കെ എടുത്ത് ഓടിക്കാം. പിന്നെ ഹെലികോപ്റ്റർ, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ പോലീസ് ബോട്ട് എടുക്കണമെങ്കിൽ ഒരു ഗുണമുണ്ട്. മാറാ ഇത് അതിൻ്റെ അകത്ത് തോക്കൊക്കെ ഉണ്ട്. നമുക്ക് ഇതിനെ വെടിവെക്കാം. ഇതിൻ്റെ അകത്തും തോക്കുണ്ട്, പക്ഷേ അത് നമ്മൾ തന്നെ നമ്മുടെ തോക്കെടുത്ത് തന്നെ വെടിവെക്കണം. നമുക്ക് നേരെ അവിടെ പോയി മറ്റേ ഇതൊക്കെ ചാടിയിട്ട് തിരിച്ച് വന്ന് ഇവിടെ എയർപോർട്ട് ഉണ്ട്, അവിടെ കയറി മറ്റേ പറക്കണ എയറോപ്ലെയിൻ എടുത്തിട്ട് വെള്ളത്തിൽ കൂടി ഓടിക്കാം. പറക്കുന്ന ബോട്ട് അതേപോലെ ഉണ്ട്. നമുക്ക് അവിടെ നിന്ന് പറന്ന് വന്നിട്ട് ചാടിയാലോ? ഞാൻ ഈസി ആയിട്ട് ഓടിച്ചുകൊണ്ട് പോകുന്നു. ഇവിടെ നിന്ന് ചാടാം. അതുകൊണ്ട് നല്ല രസമുണ്ട് കാണാൻ. ഞാൻ സാധാരണ ഇന്ന് ഈ ഗെയിമിൽ ഈ വഴിയുടെ അവിടെയൊക്കെ നിന്ന് നോക്കുമ്പോൾ ഇത് കാണാം, ഇങ്ങനെ ഈ ബോട്ട് ഇങ്ങനെ സ്പീഡിൽ പോണത്. സ്പീഡിലല്ല, പതുക്കെ. പക്ഷെ ഇങ്ങനെ ഞാൻ ഓടിക്കുന്ന പോലെ തന്നെ ആയിരിക്കും അവർ ഓടിക്കുന്നത്. പക്ഷെ മറിഞ്ഞ് ഇല്ല. അവിടെ എയർപ്ലെയിൻ കിടപ്പുണ്ട്, അതൊക്കെ പോയി എടുക്കാം. നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ കയറ്റാം. ഇതെന്നാ കഴിഞ്ഞ പ്രാവശ്യം ഇവിടം വരെ, ഈ പുല്ലിൻ്റെ ഇവിടം വരെ കയറിയല്ലോ. അതേ കിടക്കുന്നു. ഇത് റെഡ് കളർ മാത്രമേ ഉള്ളൂ. ഗൈസ്, ആകെ കിടക്കുന്ന വണ്ടിയുണ്ടോ വൈറ്റ്? ഈ വെള്ളത്തിൽ കൂടെ പോണ ഈ പ്ലെയിൻ്റെ റിയൽ കളറാണ്. അങ്ങനെ ഒറ്റ സെക്കൻഡ് ഹെലികോപ്റ്ററായി. അതുള്ള ഞാൻ അങ്ങനെ ഇങ്ങനെ പോകുന്നുണ്ട്. ഞാൻ ആ പാലത്തിൻ്റെ അടിയിൽ കൂടെ പോവുകയാണെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം ഗൈസ്. നിങ്ങൾക്കുള്ള ചലഞ്ച്, അത് നിങ്ങൾക്കുള്ള ചലഞ്ച്. പോയി. എന്നാൽ ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യുക.
അത് വെറൈറ്റി ആയിരുന്നല്ലേ, അതിൻ്റെ അടിയിൽ കൂടെ എടുത്തിട്ട്. പോലീസ് ബോട്ട് പോകണം. അല്ല, സാധാരണ ബോട്ടാ, സാധാരണ. നമുക്കിത് വെള്ളത്തിൽ ഇറക്കാം ഇനി. മറ്റേ ആ പാലത്തിൻ്റെ അവിടെ കൂടെ വെള്ളത്തിൽ ഇറക്കാം, അതാണ് നല്ല രസമാകുമ്പോൾ. അതിൻ്റെ അടിയിൽ കൂടെ ഞാൻ പുതിയ പുതിയ ഐഡിയ ഉണ്ടാക്കി കൊണ്ടുവരുന്നുണ്ട്. ഇല്ലോ ഇവിടെ സ്പീഡ് കുറച്ച് കൂട്ടിക്കോ. അയ്യോ, അതാ ഇടിച്ച്. വെള്ളത്തിൽ കൂടെ ഇറക്കി. ഇല്ല. ഇപ്പം വെള്ളത്തിൽ മുട്ടിയോ? ഇല്ല. വെള്ളത്തിൽ ഇറങ്ങി. ഇതുണ്ടാ ആടെ പൊങ്ങിപ്പോന്നത്. ഇപ്പൊ വെള്ളത്തിലായി. ഇനി ഇത് വെള്ളത്തിൽ കൂടെ ഓടിക്കാം ഗൈസ്. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതേ ഒരു സ്പീഡ് ബോട്ട് നമ്മുടെ എടുത്തോണ്ട് പോയാണ് അവൻ. അതിൻ്റെ മേളിൽ കൂടെ പറന്ന് കളിക്കാം. ഞാൻ വേണമെങ്കിൽ ഈ പ്ലെയിൻ റോട്ടിൽ ഇറക്കി കാണിക്കാം ഗൈസ്. ഇപ്പൊ കാണിച്ചു തരാം. എന്നിട്ട് ഞാൻ റോട്ടിൽ കൂടെ ഓടിക്കും. ഇവിടെ ഇറക്കാൻ പറ്റുമോ? ഇല്ല. പൊക്ക്. സ്ട്രെയിറ്റ് വഴിയാണ്, സ്ട്രെയിറ്റ്. അയ്യേ, നേരത്തെ മുട്ടിയില്ല. അതുള്ള ഞാൻ നേരത്തെ മുട്ടിച്ചില്ല. അതൂടെ പറന്ന് പോകണം. ഓക്കെ. ലാൻഡ് ചെയ്തില്ല. ലാൻഡ് ചെയ്യടാ അങ്ങോട്ട്. ലാൻഡ് ചെയ്യാൻ പറ്റുന്നില്ല ഗൈസ് ഇത്. നേരെ ലാൻഡായി. കിടന്ന് പറക്കാം. എന്നിട്ട് നമുക്ക് നേരെ എയർപോർട്ടിൽ പോയിട്ട് പിന്നെ മറ്റേ വേറെ എന്തെങ്കിലും പ്ലെയിന് വല്ലതും എടുത്തോണ്ട് വരാം. മറ്റേ ജെറ്റ് പോലത്തെ ഒരു സംഭവം ഉണ്ട് അവിടെ, അതെടുക്കാം. ബിൽഡിങ്ങിന്റെ പറ്റയ്ക്ക് വേല. പറ്റയ്ക്കൊന്നും പോയില്ല. കൺസ്ട്രക്ഷൻ സ്ട്രീറ്റ് എന്നോടൊക്കെ പറയണ്ടേ. നമുക്ക് ഇവിടെ ലാൻഡ് ചെയ്യിക്കാം. ഇവിടെയല്ല, അപ്പുറത്ത്. അത് തന്നെ, ഇവിടെ ലാൻഡ് ചെയ്യിക്കുക. അയ്യോ, ഇവിടെയല്ല, ബിൽഡിങ്ങിന്റെ പറ്റയ്ക്കൊക്കെ പോയിട്ട് ലാൻഡ് ചെയ്യാൻ പോകണം. അതേ കിടക്കുന്ന മറ്റേ പ്ലെയിൻ റെഡ് കളറേ ഉള്ളൂ. അതെ, നമ്മുടെ കേരളത്തിന്റെ ബസ്സിന്റെ കളറുള്ള പ്ലെയിൻ ഉണ്ട്, അതെടുക്കാതെ നല്ലത്. നല്ല രസമുണ്ടല്ലേ, കേരളത്തിലെ ബസ് പോലെ. കേരളത്തിലെ ബസ്സിന്റെ കളറൊക്കെ പഴയ പോലെ ആക്കാനുള്ള നിയമമുണ്ട്. ഒന്ന് പറക്കാം. പറന്നു. എന്റെ പൊന്നെ, നല്ല രസമുണ്ട് ഇത് കാണാനല്ലേ. എനിക്കിഷ്ടപ്പെട്ടു ഈ പ്ലെയിൻ. അയ്യോ, ഈ പ്ലെയിനൊക്കെ ഞാൻ റോഡിൽ ഇറക്കാറുള്ള പതിവാ. നമുക്ക് ഇതിൽ ഇറങ്ങാം. ഇവിടെ ഇറങ്ങാം. ഇവിടെ തട്ടൂല്ലേ ഈ ലൈറ്റില്. സ്ട്രീറ്റ് ലൈറ്റ് മറ്റേ ഇതിൽ തട്ടുമെന്ന് തോന്നുന്നു, അറിയില്ല. താത്ത. അയ്യോ, ഇവിടെ ഇറക്കാൻ പറ്റില്ല. മാറാ. നമുക്ക് ഇവിടെ ഇറക്കാൻ പറ്റുമോ നോക്കാം ഗൈസ്. ഇവിടെ ഒരു പുതിയ വണ്ടി. അയ്യോ, ഞാൻ അറിയണ്ട, ഇതിന്റെ തീ അങ്ങ് കുറച്ച് വിട്ട് ഓഫായി. ഓഫാക്കണ്ട, പകുതിക്കിച്ചാണ്. താഴെ ലാൻഡ് ചെയ്തോ. ഇതിന് ഇത്രയും വലിയ ക്രെയിനോ ഇവിടെ ലാൻഡ് ചെയ്യാൻ? എൻ്റെ പൊന്നെ, മാറ് കേട്ടാ. അവിടെ ഇരിക്കൂല്ല. ഇല്ല. അയ്യോ, എന്നാ ഇവിടെ ലാൻഡ് ചെയ്യും. ഇവിടെ നല്ല വീതിയുള്ള സ്ഥലം ഇത്. ഇവിടെ ലാൻഡ് ചെയ്യാൻ കുഴപ്പമില്ല. മാറ അങ്ങോട്ട്. അപ്പൊ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ. ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക മറക്കല്ലേ. ബൈ.